നമ്മളിനി കോൺസെൻട്രേഷൻ ടേംസ് ആണ് രാവിലെ പഠിച്ചത്. ഇതിൻ്റെ ഒരു എൻട്രൻസ് ബേസിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം ഈ ഇക്വേഷൻസ് എല്ലാം നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിൽ വരുന്ന രീതിയിൽ അറിഞ്ഞിരിക്കണം. മാസ് പെർസെൻറ്റേജ് കാണാൻ നമ്മൾ സാധാരണ രീതിയിൽ പെർസെൻറ്റേജ് കാണുന്ന ആലോചിച്ചാൽ മതി. ഏതൊക്കെ കാണാൻ? മാസ് പെർസെൻറ്റേജ് കാണാൻ, വോളിയം പെർസെൻറ്റേജ് കാണാൻ, അതേപോലെ തന്നെ പാർട്സ് പെർ മില്യൺ കാണാൻ. ഇത് മൂന്നും നമ്മൾ ഏതുപോലെ സാധാരണ പെർസെൻറ്റേജ് കാണുന്ന പോലെ കണ്ടാൽ മതി. മാസ് പെർസെൻറ്റേജ് ആണെങ്കിൽ എ എന്ന കമ്പോണൻറ്റ് അല്ലെങ്കിൽ ബി ആണെങ്കിൽ മാസ് ഓഫ് ബി ഡിവൈഡഡ് ബൈ രണ്ടാളാണെങ്കിൽ മാസ് ഓഫ് എ പ്ലസ് മാസ് ഓഫ് ബി ഇൻറ്റു 100 ആണ്. അതേപോലെ തന്നെ വോളിയം വരുമ്പോൾ വോളിയം ഓഫ് ബി ഡിവൈഡഡ് ബൈ രണ്ടാളാണെങ്കിൽ വോളിയം ഓഫ് എ പ്ലസ് വോളിയം ഓഫ് ബി ഇൻറ്റു 100. ഇത് പാർട്സ് പെർ മില്യൺ ആണെങ്കിൽ എത്ര പാർട്ട് അത് ഏതിലും ആവാം. പാർട്ട് ഓഫ് ബി ഡിവൈഡഡ് ബൈ ടോട്ടൽ പാർട്ട് ഏതൊക്കെ ഉണ്ടോ അതൊക്കെ ഇൻറ്റു 100ന് പകരം എത്രയാ? 10⁻⁶ ആണ് വരുന്നത്. വേറെ നമ്മൾ കണ്ടത് മൊളാരിറ്റി ആയിരുന്നു. മൊളാരിറ്റി ക്യാപിറ്റൽ എം ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എൻ ബി ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അല്ലെങ്കിലോ എൻ ബി ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അല്ലെങ്കിലോ ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു അവിടെ ഇൻ മില്ലി ലിറ്റർ വരുമ്പോൾ ഇവിടെ എത്ര ആവും? 1000 വരും അല്ലേ? എം ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വി ഇൻ മില്ലി ലിറ്റർ. ഇതാണ് മൊളാരിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ രാവിലെ കണ്ടത്. അതേപോലെ തന്നെ മൊളാലിറ്റി അല്ലേ, സ്മോൾ എം ആണ്. എൻ ബി ഡിവൈഡഡ് ബൈ വോള്യത്തിന് പകരം മാസാണ് അല്ലേ. ഡബ്ല്യു എ ആരാ? സോൾവെൻ്റ് ആണ്. ഇൻ കിലോഗ്രാം സോൾവെൻ്റ്. അത് മാറ്റിയിട്ട് എൻ ബി ആ മാസ് തരുന്നത് ഇൻ ഗ്രാം ആണെങ്കിൽ മുകളിലൊരു 1000 വന്നു. അത് മാറ്റിയിട്ട് എൻ ബിയെ നമ്മൾ മാറ്റി. എങ്ങനെയാ? ഗിവൺ മാസ് ഡബ്ല്യു ബി ഡിവൈഡഡ് ബൈ മോളാർ മാസ് ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ ഇൻ ഗ്രാം ഓഫ് സോൾവെൻറ്റ്. ഇത്രയും ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. മൊളാരിറ്റി, മൊളാലിറ്റി. അതോടൊപ്പം തന്നെ നമ്മൾ മോൾ ഫ്രാക്ഷൻ പഠിച്ചിരുന്നു. എന്ത് ചെയ്യുന്നു? മോൾ ഫ്രാക്ഷൻ കാണാനുള്ള ഇക്വേഷൻ വന്നത് കൈ എ ഈക്വൽ ടു എൻ എ ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. അതേപോലെ തന്നെ കൈ ബി ഈക്വൽ ടു എൻ ബി ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി. ഇതാണ് വന്നത്. അപ്പോൾ ഇതാണ് മോൾ ഫ്രാക്ഷൻ വന്നത്. അതോടൊപ്പം തന്നെ നോക്കൂ, കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു ആരായിരുന്നു? 1 ആയിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഇവർ തമ്മിലുള്ള കുറച്ച് റിലേഷനാണ്. ആ റിലേഷൻസ് അറിഞ്ഞിരിക്കണം നമ്മൾ. നോക്കാം. ആ റിലേഷൻസ് ഡിറൈവ് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയും. അതുണ്ടാക്കിയിട്ട് ഇപ്പം ഞാൻ സമയം കളയുന്നില്ല. നമുക്ക് മെല്ലെ മെല്ലെ ഉണ്ടാക്കി പഠിക്കാം. നോക്കൂ, ഒരു പുതിയതായിട്ട് നോക്കിക്കോട്ടോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ടാണ്. സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് തന്നു. അതേപോലെ ഡെൻസിറ്റി തന്നു. ആരുടെ? സൊല്യൂഷൻ്റെ ഡെൻസിറ്റി തന്നു. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊളാരിറ്റി കാണാൻ പറ്റും. എന്താണ് ആ റിലേഷൻ എന്നറിയോ? മൊളാരിറ്റി ഈക്വൽ ടു മാസ് പെർസെൻറ്റേജ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എം ബി. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊളാരിറ്റി കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എക്സ്ട്രാ ഒന്ന് പഠിച്ചു വെക്കൂ. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്ത് വരാവുന്നേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് രാവിലെ തന്നെ കുറച്ച് സമയമായതുകൊണ്ട് ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ തൽക്കാലം ഈ ഒരു റേഞ്ചിൽ വെക്കുകയാണ്.
അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ നോക്കൂ. നമുക്ക് ക്വസ്റ്റ്യനിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ടാവും, അതേപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷനും കൂടെ തന്നാൽ, അതേപോലെ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് നമുക്ക് കിട്ടാൻ വകുപ്പുണ്ടെങ്കിൽ മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? മാസ് പെർസെൻറ്റേജ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാണ് വരിക. അപ്പോൾ ഇതാണ് മൊളാരിറ്റിയും മാസ് പെർസെൻറ്റേജും തമ്മിലുള്ള റിലേഷൻ. ഇതിൽ ആ ഒരു ഡെൻസിറ്റി അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. നമുക്ക് ആ ഡെൻസിറ്റി വേണ്ടത് ഗ്രാം പെർ സി സിയിലാണ്. അല്ല, ഈ ഗ്രാം പെർ സി സി എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ ഗ്രാം പെർ സി സി അല്ലെങ്കിൽ അതിന് തുല്യമാണ്, ഈ സെൻറ്റിമീറ്റർ ക്യൂബിന് തുല്യമാണ് മില്ലി ലിറ്റർ. മില്ലി ലിറ്റർ, ഗ്രാം പെർ മില്ലി ലിറ്റർ അല്ലെങ്കിൽ ഗ്രാം പെർ സി സി എന്ന് പറഞ്ഞാൽ സെയിം ആണ്, രണ്ടും ഒരേപോലെയാണ്. അപ്പോൾ അത് നമ്മൾ ഇനി ഇങ്ങനെ ക്വസ്റ്റ്യനിൽ കാണും. അപ്പോൾ ഡെൻസിറ്റി ഏതിലാവണം? ഗ്രാം പെർ സി സിയിലാവണം, അല്ലെങ്കിൽ അതിന് തുല്യമാണ് ആര്? ഗ്രാം പെർ മില്ലി ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഇക്വേഷൻ. ഓക്കെ, എന്താ നമ്മൾ ഇക്വേഷൻ പറഞ്ഞേ? മാസ് പെർസെൻറ്റേജ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ മൊളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. അത് തന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ മൊളാരിറ്റി കാണുക. ഇനി ഈ മൊളാരിറ്റിയും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ ആരാണ്? മൊളാരിറ്റിയും മാസ് പെർസെൻറ്റേജും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് മൊളാരിറ്റിയും അതേപോലെ തന്നെ മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷനാണ് പറയാൻ പോകുന്നത്. അതിൽ റിലേഷൻ വരുന്നത് മൊളാരിറ്റി ഈക്വൽ ടു 1000 ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു കൈ ബി. കൈ ബി എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടാണ്, ഡിവൈഡഡ് ബൈ കൈ ബി ഇൻറ്റു മോളാർ മാസ് ഓഫ് ബി. ബി സൊല്യൂട്ട് പ്ലസ് കൈ എ ഇൻറ്റു മോളാർ മാസ് ഓഫ് സോൾവെന്റ്. അത് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ ഇതൊക്കെ ഡിറൈവ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസുമായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നോക്കും, മൊളാരിറ്റി ഉണ്ട്, ഡെൻസിറ്റി ഉണ്ട്, മോൾ ഫ്രാക്ഷൻ ചോദിച്ചാൽ അപ്പോൾ ഇതൊക്കെ ശരിക്കും ഉള്ളിൽ കൂടെ കുറേ ചെയ്തു പോകാനുണ്ട്. അത് ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റിയതാണ് ആര്? മൊളാരിറ്റി ഈക്വൽ ടു 1000 ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു കൈ ബി ഡിവൈഡഡ് ബൈ കൈ ബി എം ബി പ്ലസ് കൈ എ എം എ. അല്ല, മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ കിട്ടണം. മൊളാലിറ്റി സിമ്പിൾ സ്മോൾ എം അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്നത് 1000 ഇൻറ്റു കൈ ബി ഡിവൈഡഡ് ബൈ കൈ എ ഇൻറ്റു എം എ. ഇതാണ് വരിക. എം എ എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സോൾവെന്റ് ആണ്. എ എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ആണ്. അപ്പോൾ മൊളാരിറ്റിയും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ കിട്ടി, അതേപോലെ മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ കിട്ടി. മറ്റൊരു കാര്യം, ഈ മൊളാരിറ്റിയും മൊളാലിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അതിതാണ് 1 ബൈ മൊളാലിറ്റി ഈക്വൽ ടു 1 ബൈ മൊളാരിറ്റി ഇൻറ്റു 1 ബൈ മൊളാരിറ്റി മൈനസ് എം ബി. ബി എന്ന് പറഞ്ഞാൽ ആരാ? എം ബി എന്ന് പറഞ്ഞാൽ ആരാ? മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാണ്, ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷനാണ്. ഞാൻ ഒരുപാട് റിലേഷൻസ് പറഞ്ഞു ഇവിടെ. ആ റിലേഷൻസ് കൃത്യമായി ഓർമ്മ വരണം. അപ്പോൾ നമുക്ക് കുറേ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ റിലേഷൻസ് ഒക്കെ നോക്കി ഞങ്ങൾ എങ്ങനെയാ പറഞ്ഞ മാസ് പെർസെൻറ്റേജും മൊളാരിറ്റിയും തമ്മിലുള്ള റിലേഷൻ. മൊളാരിറ്റി ഈക്വൽ ടു മാസ് പെർസെൻറ്റേജ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എം ബി. അടുത്തത് മൊളാരിറ്റിയും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ. മൊളാരിറ്റി ഈക്വൽ ടു 1000 ഇൻറ്റു ഡി ഇൻറ്റു കൈ ബി ഡിവൈഡഡ് ബൈ കൈ എ എം എ പ്ലസ് കൈ ബി എം ബി. ഇതാ റിലേഷൻ വന്നത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഈ റിലേഷൻ ഒരു 10 പ്രാവശ്യം പറഞ്ഞു പഠിക്കണം. മൊളാലിറ്റി എങ്ങനെയാ റിലേഷൻ വന്നത്? മൊളാലിറ്റി ഈക്വൽ ടു 1000 ഇൻറ്റു കൈ ബി ഡിവൈഡഡ് ബൈ കൈ എ ഇൻറ്റു എം എ. ഇതാണ് നമുക്ക് റിലേഷൻ വന്നത് അല്ലേ? എ എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ആണ്, ബി എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടാണ്. ചിലപ്പോൾ 1 എന്നും 2 എന്നും കാണും. സൊല്യൂട്ടിന് 2,
സോൾവെന്റിന് 1 എന്നുള്ളത് കൊടുക്കും. മൊളാലിറ്റി എന്നുള്ള റിലേഷൻ എന്താ വന്ന് 1/m മൊളാലിറ്റി ഈക്വൽ ടു 1/M മൈനസ് MB MB മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ 1000 into D. അങ്ങനെ വന്നു നമുക്കൊരു റിലേഷൻ. അപ്പോൾ ഈ റിലേഷൻസ് വെച്ചിട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാം. ഇനി നമുക്ക് അടുത്തൊരു കാര്യം നോക്കാം. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കാണും, സെമി മോളാർ എന്ന് പറഞ്ഞാൽ 1/2 മോളാറാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിൽ കത്തുന്നുണ്ടാവും. സെമി മോളാർ എന്ന് പറഞ്ഞാൽ 1/2 മോളാറാണ് കോൺസെൻട്രേഷൻ. ചിലപ്പോൾ കാണും ഡെസിമോളാർ. ഡെസിമോളാർ എന്ന് പറഞ്ഞാൽ 1/10 ആണ്. 1/10 മോളാർ. ചിലപ്പോൾ കാണും സെന്റിമോളാർ. അതൊക്കെ നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ചാപ്റ്റർ കൂടെ നിങ്ങൾക്ക് വരുന്നുണ്ട്. സെന്റി എന്ന് പറഞ്ഞാൽ 1/100 മോളാറാണ്. ചിലപ്പോൾ കാണും മില്ലിമോളാർ. മില്ലി മോളാർ എന്ന് പറഞ്ഞാൽ മില്ലി 1/1000 മോളാറാണ്. ചിലപ്പോൾ കാണും ഡെക്കാമോളാർ. ഡെക്കാമോളാർ എന്ന് പറഞ്ഞാൽ 10 മോളാറാണ്. സെമി മോളാർ എത്രയാ? സെമി മോളാർ 1/2 മോളാർ. ഡെസിമോളാർ 1/10 മോളാർ. സെന്റിമോളാറോ 1/100 മോളാർ. മില്ലി മോളാറോ 1/1000 മോളാർ. അതേപോലെ തന്നെ ഡെക്കാമോളാർ എന്ന് പറഞ്ഞാലോ 10 മോളാർ. അപ്പോൾ ആ ടേംസ് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്ന് പരിചയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം വരുന്ന ഒരു ഭാഗം. ഇനി നോക്കൂ, ഡൈല്യൂഷൻ ഫോർമുല നോക്കാം. എന്താണ് ഡൈല്യൂഷൻ ഫോർമുല എന്ന്? ഡൈല്യൂഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൊല്യൂഷനിൽ വാട്ടർ ആഡ് ചെയ്യുക. ആഡ് ചെയ്യാണ്? വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഒരു സൊല്യൂഷനിൽ ഇതാണ് ആദ്യത്തെ ഒരു സൊല്യൂഷൻ. ആ സൊല്യൂഷനിൽ വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുക എന്ന് പറയാം. എന്താ പറയുക? ഡൈല്യൂട്ട് ചെയ്യാം. ഈ വാട്ടർ ആഡ് ചെയ്യുമ്പോഴും ഇതിൽ N2 അല്ലെങ്കിൽ NB. NB എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഇതിൽക്ക് നമ്മൾ ആഡ് ചെയ്തു? വാട്ടറിനെ ആഡ് ചെയ്യാണ്. വാട്ടർ ആഡ് ചെയ്താലും ആ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് മാറുമോ? ഇല്ല. ഇതാണ് ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ. ആ സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് മാറൂല. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബിഫോർ ഡൈല്യൂഷൻ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആഫ്റ്റർ ഡൈല്യൂഷൻ എന്ന് എഴുതാം. എങ്ങനെയായിരുന്നു നമുക്ക് ഈ മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ. അപ്പൊ NBയുടെ ഇക്വേഷൻ എന്താ? MV. അപ്പൊ MV എന്ന് എഴുതാം. ആദ്യത്തെ മൊളാരിറ്റി M1 വോള്യൂം V1 ആണെങ്കിൽ രണ്ടാമത്തത് M2 ആയി മൊളാരിറ്റി വോള്യൂം V2 ആയി. കാരണം വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോൺസെൻട്രേഷൻ മാറും. അപ്പൊ നമുക്ക് NB ഈക്വൽ ടു NB ഡാഷ് കൊടുത്തപ്പോൾ ഒരു പുതിയ ഫോർമുല നമ്മളിപ്പോൾ ഫോർമുലേറ്റ് ചെയ്തെടുത്തു. എന്താ അത്? M1 V1 ഈക്വൽ ടു M2 V2. ഇതാണ് ഡൈല്യൂഷൻ ഫോർമുല. M1 V1 ഈക്വൽ ടു ആരാ? M2 V2. അപ്പോൾ വാട്ടർ ആഡ് ചെയ്തു എന്നുള്ള രീതിയിൽ വന്നാൽ ഡൈല്യൂഷൻ ഫോർമുല ആലോചിക്കുക. എന്താ ഇക്വേഷൻ? M1 V1 ഈക്വൽ ടു ആരാ? M2 V2. ഇതാണ് വരിക. അപ്പൊ ഇതാണ് ഡൈല്യൂഷൻ ഫോർമുല. ഞാൻ അടുത്ത ഒരു മിക്സിംഗ് ഫോർമുല പറയുക. ആരാണ്? മിക്സിംഗ് ഫോർമുല. രണ്ടാളുകളെ നമ്മൾ മിക്സ് ചെയ്തു. ഇങ്ങനെ വാട്ടർ ആഡ് ചെയ്തല്ല, രണ്ട് സൊല്യൂഷൻസ് അങ്ങോട്ട് മിക്സ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ അവിടെ റിയാക്ഷൻസ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ ഇവിടെ ദാ ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിൻ്റെ N2 അല്ലെങ്കിൽ NB
സൊല്യൂട്ട് ഉണ്ട് ഒന്നാമത്തെ ആളുടെ NB1. അതിലേക്ക് മറ്റൊരു സൊല്യൂഷനും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് NB2 ആണെങ്കിൽ ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ നോക്കിയാൽ ഒറ്റ സൊല്യൂഷനായി മാറി. അതിൽ ആരൊക്കെ ഉണ്ടാവും? NB1 ഉണ്ടാവും, NB2 ഉണ്ടാവും. അങ്ങനെയാണല്ലോ വരിക. ആണ്. അപ്പോൾ ആ നമ്പർ ഓഫ് മോൾസ് സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഞാൻ എഴുതുകയാണ് NB1ഉം അതേപോലെ തന്നെ NB2ഉം കൂടിച്ചേർന്നിട്ട് ഒരു ഫൈനൽ NB ഉണ്ടായി എന്ന് കരുതുക. ഇതിൻ്റെ വോള്യം V1 ആണ്, ഇതിൻ്റെ മൊളാരിറ്റി M1 ആണെങ്കിൽ ഈ NB1 എങ്ങനെ എഴുതാം? നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞു നോക്കിയാ M1V1 പ്ലസ്, അപ്പൊ ഇതിന്റെ വോള്യം ആരാ? V2. അതിന് മൊളാരിറ്റി എന്തായിരുന്നു? M2 ആണെങ്കിൽ ആരാവും? NB2. M2V2 ഈക്വൽ ടു ഈ സൊല്യൂഷന്റെ മൊളാരിറ്റി ആണ് M, അതിന്റെ വോള്യം V ആണെങ്കിൽ അത് NBക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് MV എന്ന് എഴുതാം. ഇതിനെയാണ് നമ്മൾ മിക്സിംഗ് ഫോർമുല എന്ന് വിളിക്കുന്നത്. M1V1 പ്ലസ് M2V2 ഈക്വൽ ടു MV അല്ലെങ്കിൽ M3V3 എന്ന് എഴുതാം. മൂന്നാമതുണ്ടായ പുതുതായ സൊല്യൂഷന്റെ മൊളാരിറ്റിയും അതേപോലെ വോള്യവും. ഇതിൽ പക്ഷേ ഈ V3 നമുക്ക് ക്വസ്റ്റ്യനിൽ തരണമെന്നില്ല. V3 എന്ന് പറയുന്നത് ഈ വോള്യം കൂടെ ചേർന്നതാണ്. V1 പ്ലസ് V2 അങ്ങനെ എഴുതാം. അപ്പോൾ രണ്ട് ഫോർമുലയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിച്ചത്. ഒന്നാരാ? M1V1 ഈക്വൽ ടു M2V2. അതാരാ? ഡൈല്യൂഷൻ ഫോർമുല. മിക്സിംഗ് ഫോർമുല എന്തായിരുന്നു? മിക്സിംഗ് ഫോർമുല വന്നത് M1V1 പ്ലസ് M2V2 ഈക്വൽ ടു M3V3. ഇതിൽ തന്നെ ഈ V3 എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? V1 പ്ലസ് V2 എന്ന് എഴുതാം. അപ്പോൾ ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ പഠിച്ച കോൺസെൻട്രേഷൻ ടേംസിലേക്ക് നമ്മൾ ആഡ് ചെയ്തേ ഉള്ളൂ. ഇനി ഇത് നമ്മൾക്ക് മനസ്സിൽ നിൽക്കണമെങ്കിൽ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ ഇക്വേഷൻസ് നിങ്ങൾക്ക് തരുന്ന നോട്ടിൽ നോക്കിയിട്ട് നിങ്ങളത് ആദ്യം കാണാതെ ഒന്ന് പഠിച്ചു വെക്കണം. എങ്കിലേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ? ഈ വീഡിയോ ഇവിടെ കണ്ടതിന് ശേഷം ആ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് മതി ഞാൻ ഇനി ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുന്നത്. എന്നാലേ അത് മനസ്സിലായി വരുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു മെത്തേഡ് പറയും. ബാക്കി എന്ത് ചെയ്യണം? നിങ്ങൾ കാൽക്കുലേഷൻസ് ഒക്കെ കുറച്ച് ഇരുന്ന് ചെയ്യേണ്ടതൊക്കെ പെട്ടെന്ന് ചെയ്തു നോക്കണം. കൂടുതൽ ടൈം കളയണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. നോക്കാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി ദ മൊളാലിറ്റി ആണ് ക്വസ്റ്റ്യൻ ഓഫ് എ സൊല്യൂഷൻ ഹാവിങ് 18 gram ഗ്ലൂക്കോസിൻ്റെ കണ്ടോ മോളാർ മാസ് 180 അവിടെ തന്നിട്ടുണ്ട്. ഡിസോൾഡ് ഇൻ 500 gram വാട്ടർ. ഇതാണ് ക്വസ്റ്റ്യൻ തന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് നമുക്കിതിൻ്റെ സൊല്യൂഷൻ ചെയ്യാമെന്നൊന്ന് നോക്കാം. ഇവിടെ ഒന്നാമത് മൊളാലിറ്റി ആണ് കാണാൻ പറഞ്ഞത്. എന്താ മൊളാലിറ്റീൻ്റെ ഇക്വേഷൻ? WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA ഇൻ ഗ്രാം ആണ്. നമുക്കിവിടെ എല്ലാം തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എത്രയാ സൊല്യൂട്ടിൻ്റെ ഗിവൺ മാസ്? എത്രയാ? 18 gram ഗ്ലൂക്കോസിൻ്റെത്. എത്ര അതിന് മോളാർ മാസ് എന്നത്? 180 gram ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മാസ് അല്ലേ തന്നത് സോൾവെൻറ്റിൻ്റെത്? ആണ്. എത്രയാ അത്? 500 gram ആണ് തന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, ഇവിടെ നമുക്ക് ഇതാ 18ഉം 180 പോയി കഴിഞ്ഞാൽ എത്ര വരും? ഇവിടെ 1/10 വരും. ആ 0യും ഈ 0യും പോവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 0 പോയി കഴിഞ്ഞാൽ ഇത് പോയി. 1/5 എന്നാണ് ആൻസർ കിട്ടുക. 1/5 എന്ന് പറഞ്ഞാൽ 0.2 മോളാൽ അല്ലെങ്കിൽ 0.2 മോൾ പെർ ഗ്രാം. ഇതാണ് അതിൻ്റെ യൂണിറ്റ് വരിക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത് ഡയറക്റ്റ് മൊളാലിറ്റീൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നോക്കൂ, ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദ മൊളാരിറ്റി ഓഫ് പ്യുവർ വാട്ടർ ഈസ്
പ്യുവർ വാട്ടറിൻ്റെ മൊളാരിറ്റി വേണം. നോക്കൂ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇതാണ് പ്യുവർ വാട്ടർ. വളരെ നമുക്ക് ആവശ്യമായി വരുന്ന ഒരു സാധനമാണ്. പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറേ ഉള്ളൂ. അപ്പോൾ വാട്ടറിൽ വാട്ടർ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പ്യുവർ വാട്ടർ എത്ര എടുക്കാം നമുക്ക്? ഞാൻ 1 ലിറ്റർ വാട്ടർ എടുത്തു. ഈ 1 ലിറ്റർ വാട്ടറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? വാട്ടറിൻ്റെ മാത്രം പ്രത്യേകതയാണ് 1 ലിറ്റർ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അത് 1000 ഗ്രാം ആയിരിക്കും. 1 ലിറ്റർ ഈക്വൽ ടു 1 കിലോ വരുന്നത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. അതായിരിക്കാം വാട്ടറിനാണ്. അതിൻ്റെ കാരണം വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. 1 ലിറ്റർ വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1000 ഗ്രാം ആണ്. 1 ലിറ്റർ ഈക്വൽ ടു 1 കിലോ. അപ്പോൾ നിങ്ങളൊരു കെറോസിൻ എടുക്കുക. കെറോസിൻ എടുത്തിട്ട് 1 ലിറ്റർ ഈക്വൽ ടു 1 കിലോ ശരിയാവില്ല. കാരണം അതിൻ്റെ ഡെൻസിറ്റി വരുന്നത് 700 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ അത് ശരിയാവില്ല. ഇവിടെ വാട്ടറിൻ്റെ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയതുകൊണ്ട് 1 ലിറ്റർ വാട്ടർ എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ വാട്ടർ എടുത്തു. അപ്പോൾ വാട്ടർ മാത്രമേ അതിലുള്ളൂ. അപ്പോൾ അതൊരു സൊല്യൂഷനായി കരുതിയാൽ സൊല്യൂഷൻ ഇപ്പോൾ എത്ര ലിറ്ററാണ്? 1 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ സൊല്യൂട്ട് ആരാ? വാട്ടർ. വാട്ടർ പ്യുവർ വാട്ടർ ആണ്. അപ്പോൾ അതിൻ്റെ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വാട്ടറിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് എന്നാണ് കാണാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സൊല്യൂട്ട് ആരാ? സൊല്യൂട്ട് വാട്ടർ ആണ്. അതിൻ്റെ WB ഗിവൺ മാസ് എത്രയാ? 1000 ഗ്രാം ആണ്. അതിൻ്റെ മോളാർ മാസ് എത്രയാ? മോളാർ മാസ് എന്ന് പറയുന്നത് 18 ഗ്രാം ആണ്. അത് നമുക്കറിയാം വാട്ടറിൻ്റെത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇതാ ഇങ്ങനെ ചെയ്താൽ മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ കൊടുത്താൽ NB ഡിവൈഡഡ് ബൈ V ഇൻ ലിറ്റർ ആണ്. അപ്പോൾ 1 ലിറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ NB എന്നാണ് കിട്ടുക. 1 ലിറ്റർ എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ NB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ, ഗിവൺ മാസ് എത്രയാ? 1000 ഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ 18 ഗ്രാം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 55.55 ആണ്. അത്രയും മോളാറായിരിക്കും. എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിലെ നമ്പർ ഓഫ് മോൾസ് 55.55 മോൾസ് ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ പ്യുവർ വാട്ടറിൻ്റെ മൊളാരിറ്റി അത് എപ്പോഴും സൂക്ഷിക്കണം. എത്രയാണ്? 55.55 ആണ് വരിക കേട്ടോ. അത് നമ്മൾക്ക് പല ക്വസ്റ്റ്യനിലും അത് ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഇവിടെ ഇട്ടിട്ടില്ല. അതൊന്ന് ഓർത്ത് വെക്കൂ. പിന്നീട് നമുക്കതൊന്ന് യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അപ്പോൾ അവിടെ 55.6 ആണ് അതിൻ്റെ ആൻസർ വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ മൊളാരിറ്റി ഓഫ് H2SO4? ആരെ H2SO4? സൾഫ്യൂരിക് ആസിഡ് ആണ്. സൊല്യൂഷൻ ദാറ്റ് ഹാസ് എ ഡെൻസിറ്റി ഓഫ് 1.84 ഗ്രാം പെർ cc. ഗ്രാം പെർ cc തന്നിട്ടുണ്ട് അവിടെ. ഗ്രാം പെർ cc-യിലാണ് ഡെൻസിറ്റി വേണ്ടത്. ആൻഡ് കണ്ടെയ്ൻസ് 98% ബൈ വെയിറ്റ്. അപ്പോൾ മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, ഡെൻസിറ്റി തന്നിട്ടുണ്ട്. എത്ര ഡെൻസിറ്റി? 1.84 ആണ്. 98% ബൈ വെയിറ്റ് ആണ്. മൊളാരിറ്റി ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഏത് ടൈപ്പാണ് ഇത്? മൊളാരിറ്റി കാണണം. എന്താ മാസ് പെർസെൻറ്റേജ് ആയിട്ടുള്ള റിലേഷൻ? മാസ് പെർസെൻറ്റേജ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. എത്രയാ മാസ് പെർസെൻറ്റേജ് തന്നത് ഓർമ്മയുണ്ടോ? 98 ആണ്. ഇൻറ്റു ഡെൻസിറ്റി തന്നതോ 1.84 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ആരാ? സൊല്യൂട്ട് ആണ് അല്ലേ? എത്രയാ? H2SO4. അറിയോ നിങ്ങൾക്ക്? ഓരോന്നും കാണണം അല്ലെങ്കിൽ ഓർമ്മ വരണം. സൾഫ്യൂരിക് ആസിഡിൻ്റെത് 98 ഗ്രാം ആണ്. അപ്പോൾ നമുക്ക് വരിക ഇവിടെ ബൈ 98 ആണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് പോകില്ലേ? പോകും. അപ്പോൾ അവിടെ വരുന്നത് 1.84 ഇൻറ്റു 10 ആണ്. അപ്പോൾ എത്രയാണ് വരിക? 18.4 മോളാറാണ് വരിക. ഇതാണ് നമുക്ക് മൊളാരിറ്റി വരുന്നത്. അപ്പോൾ നമ്മൾ മാസ് പെർസെൻറ്റേജ് മൊളാരിറ്റിയും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടാണ് ഒരു പ്രോബ്ലം ഇപ്പോൾ ചെയ്തത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ അപ്പോൾ 1.84 അതായത് ആൻസർ വരെ 18.4 മോളാറാണ് വരിക.
the mole fraction of methanol in its 4.5 molal aqueous solution. Aqueous solution എന്ന് പറഞ്ഞാൽ ആരാ? വാട്ടർ ആണ് അല്ലേ? അപ്പോൾ 4.5 molal aqueous solution ആണ്. 4.5 ആണ് മൊളാലിറ്റി. മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ കാണണം. നമുക്ക് നോക്കാം. ഇവിടെ ആരൊക്കെ തമ്മിലുള്ള റിലേഷനാണ്? മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷനാണ്. എന്താ അതിൻ്റെ ഇക്വേഷൻ? 1000 into Kib divided by Ka into Ma. ഇതല്ലേ വന്നേ? ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ അറിയോ? എത്രയാ മൊളാലിറ്റി? അത് തന്നിട്ടുണ്ടോ? ഉണ്ട്. മൊളാലിറ്റി തന്നത് 4.5 മൊളാലാണ്. ഇനി ആരാണ് ഈ സൊല്യൂട്ട്? സൊല്യൂട്ട് എന്ന് പറയുന്നത് മെത്തനോളാണ്. ആരാ ഈ മെത്തനോൾ എന്ന് പറഞ്ഞാൽ? എത്തനോൾ നിങ്ങൾ കഴിഞ്ഞ തിയറിയിലൊരു കണ്ടിരുന്നു അല്ലേ? C2H5OH. ഇത് CH3OH ആണ്. ആര്? മെത്തനോൾ എന്ന് പറയുന്നത്. മെത്തനോൾ ആരാണ്? CH3OH ആണ്. അപ്പോൾ ആ ഒരു ഡാറ്റയും കൂടെ നമുക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടി. അപ്പോൾ ഓരോന്നും നമ്മൾ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരികയാണ്. ഇനി നമുക്ക് ആരാ കാണേണ്ടത്? കൈബി ആണ് കാണേണ്ടത് അല്ലേ? ഇനി ഇവിടെ കയ്യ ഉണ്ട്, എം എ ഉണ്ട്. കയ്യ അവിടെ നിന്നോട്ടെ. ആരെ? എം എ എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സോൾവെന്റ് ആണ്. എം എ എന്ന് പറയുന്നത് 18 ഗ്രാം. എന്തേ കാരണം? അക്വസ് സൊല്യൂഷൻ, വാട്ടർ ആണ്. അപ്പോൾ നമ്മൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നോക്കാം. എത്രയാ മൊളാരിറ്റി തന്നത്? മൊളാലിറ്റി തന്നത് 4.5 ആണ്. ഈക്വൽ ടു 1000 into Kib കാണണം, ഡിവൈഡഡ് ബൈ Ka into Ma. എത്രയാ? 18 ആണ്. അങ്ങനെയാണെങ്കിൽ 18 ഇങ്ങോട്ട് കൊണ്ടുവന്ന് 1000 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ വരിക? 4.5 into 18 ഡിവൈഡഡ് ബൈ എത്രയാ? 1000 ഈക്വൽ ടു ആരാ? Kib ഡിവൈഡഡ് ബൈ Ka എന്നല്ലേ വരിക? ആണ്. ഇനി ഞാനിതൊന്ന് റെസിപ്രോക്കൽ എടുക്കണമെന്ന് നോക്കിക്കട്ടോ. ഇതൊക്കെ നമ്മൾ റെസിപ്രോക്കൽ എടുത്താൽ അവിടെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമുണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഐഡിയ കിട്ടുക. എനിക്കിതിനെ റെസിപ്രോക്കൽ എടുത്താൽ ഇവിടുന്ന് കയ്യേനെ ഒഴിവാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ റെസിപ്രോക്കൽ എടുക്കുന്നു. 1000 ഡിവൈഡഡ് ബൈ എത്രയാ? 4.5 into 18 ഈക്വൽ ടു ഇവിടെ എന്താ വരിക? Ka ബൈ ആരാ? Kib ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇത് ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1000/18 നമ്മൾ പ്യുവർ വാട്ടറിൻ്റെ മൊളാരിറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ എത്രയാണ് കിട്ടിയത്? 55.5 ആണ്. 55.55 ഡിവൈഡഡ് ബൈ 4.5 ഈക്വൽ ടു Ka ബൈ Kib ഇല്ലേ? ഇനി ഞാൻ രണ്ട് ഭാഗത്തൊരു +1 കൊടുക്കാൻ പോവാം. +1 ഇവിടെയും +1 കൊടുത്താൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? Ka + Kib ഡിവൈഡഡ് ബൈ Kib. എത്രയാ? Ka + Kib അത് 1 ആണ്. അപ്പോൾ അവിടുന്ന് Ka പോയില്ലേ? പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 4.5 ഇതിലേക്ക് ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 4.5 ആഡ് ചെയ്താൽ അപ്രോക്സിമേറ്റ് 60 എന്ന് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 4.5 അപ്പുറത്ത് കൊണ്ടുപോയാൽ നോക്കൂ, അതിന് മുമ്പ് ഞാൻ ഇവിടെ ഒന്ന് ചെയ്തു വെക്കാം. 60 ഡിവൈഡഡ് ബൈ 4.5 ഈക്വൽ ടു 1/Kib എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ Kib ഈക്വൽ ടു എന്താ വരിക? Kib ഈക്വൽ ടു 4.5 ഡിവൈഡഡ് ബൈ 60. 45 ഡിവൈഡഡ് ബൈ 60 ആയിരുന്നെങ്കിൽ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3/4 വരുമായിരുന്നു. ഇത് 0.3/4 എന്ന് പറഞ്ഞാൽ 0.075 എന്നാണ് Kib കിട്ടുക. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച, നമ്മൾ പറഞ്ഞിട്ടുള്ള റിലേഷൻസ് ഓരോന്നായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആൻസർ ഏതാ വന്നത്? 0.075 ആണ് വന്നത്. നോക്കൂ, ദ ഡെൻസിറ്റി ഓഫ് എ സൊല്യൂഷൻ, ഡെൻസിറ്റി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് 120 gram ഓഫ് യൂറിയ. ആരാ യൂറിയ എന്നറിയോ നിങ്ങൾക്ക്? NH2CO NH2, അതാണ് യൂറിയ എന്ന് പറയുന്ന ആള്. ആരാ യൂറിയ? നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? NH2CO NH2 ഇതാണ് ആര്? യൂറിയ.
മറക്കരുത്. യൂറിയ അതിൻ്റെ മാസ് എത്രയാ? ഗിവൺ മാസ് 120 ഗ്രാമാ. മോളാർ മാസോ 60 AMU എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസാണത്. അപ്പോൾ മോളാർ മാസ് 60 ഗ്രാം വരും. അപ്പോൾ മോളാർ മാസ് കിട്ടി, യൂറിയൻ്റെ മോളാർ മാസ്. പുതുതായിട്ടൊരു കാര്യം, NH2CO NH2 അതൊക്കെ ഇന്ന് പഠിച്ചെടുക്കുക. NH2CO NH2ൻ്റെ ഗിവൺ മാസ് 120 ഗ്രാം ആണ്. ഇൻ 1000 ഗ്രാം ഓഫ് വാട്ടർ ഈസ് 1.15 ഗ്രാം പെർ മില്ലി ലിറ്റർ. ഗ്രാം പെർ മില്ലി ലിറ്ററിലാണ്, അതിലാണ് നമുക്ക് വേണ്ടത് ഡെൻസിറ്റി. അപ്പോൾ ഡെൻസിറ്റി തന്നിട്ടുണ്ട് എത്രയാ? 1.15 ഗ്രാം പെർ മില്ലി ലിറ്റർ. ദ മൊളാരിറ്റി ഓഫ് ദിസ് സൊല്യൂഷൻ ഈസ്, പല രീതിയിൽ ചെയ്യാം. ഡെൻസിറ്റി തന്നിട്ടുണ്ട്. മൊളാരിറ്റിയും ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്താ കാണേണ്ടത് നോക്കാം. നമുക്ക് ആദ്യം മൊളാരിറ്റിയാണ് കാണേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം 1000 ഗ്രാം ആണ് വാട്ടർ ഉള്ളത്. പല രീതിയിൽ ചെയ്യാം. മാസ് പെർസെൻറ്റേജ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ മാസ് പെർസെൻറ്റേജ് ഉപയോഗിച്ച് ചെയ്യാണ്. അപ്പോൾ 1.15 ഗ്രാം പെർ മില്ലി ലിറ്റർ ആണ് ഡെൻസിറ്റി. ഗിവൺ മാസ് 120 ഗ്രാം ആണ്. മോളാർ മാസ് വരുന്നത് യൂറിയൻ്റെത് 60 ഗ്രാം ആണ്. NH2CO NH2ൻ്റെ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ 60 ഗ്രാം കിട്ടും. ഇനി വാട്ടറിൻ്റെ മാസ് എന്നത് 1000 ഗ്രാം ആണ്. കാണാൻ പറഞ്ഞതാരാ? മൊളാരിറ്റി ആണ്. നോക്കി കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ ആദ്യം വാട്ടർ ഉള്ളത് എത്രയാ? 1000 ഗ്രാം ആണ്, അതറിയാം. അതേപോലെ യൂറിയ എത്രയാ ഉള്ളത്? യൂറിയ ഉള്ളത് 120 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടല് 1120 അല്ലേ വരിക? അപ്പൊ മാസ് പെർസെൻറ്റേജ് ഓഫ് യൂറിയ കണ്ടൂടെ? എങ്ങനെയാ നമ്മളത് കാണുക? മാസ് പെർസെൻറ്റേജ് ഓഫ് യൂറിയ ഈക്വൽ ടു 120 ആണ് യൂറിയൻ്റെത്. ടോട്ടൽ എത്രയാ? 1120 ഇൻറ്റു എത്രയാ? 100. അത് നമുക്ക് ഈ 0 ഇവിടെ കട്ട് ചെയ്ത് പോവാം. അങ്ങനെയാണെങ്കിൽ 12 ഡിവൈഡഡ് ബൈ 112 ഇൻറ്റു 100 ആണ് എന്ത്? മാസ് പെർസെൻറ്റേജ്. അത് അങ്ങനെ നിന്നോട്ടെ, നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ മാസ് പെർസെൻറ്റേജ് കിട്ടി. ഡെൻസിറ്റിയോ? ഡെൻസിറ്റി തന്നിട്ടുണ്ട് നമുക്ക്. ഡെൻസിറ്റി ഈക്വൽ ടു 1.15 ഗ്രാം പെർ മില്ലി ലിറ്റർ അല്ലെങ്കിൽ CC, രണ്ടും സെയിമാണ്. ഇനി മോളാർ മാസ്, മോളാർ മാസ് ഓഫ് ബി വേണം. അതെത്രയാ? 60 ഗ്രാം ആണെന്ന് തന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ മാസ് പെർസെൻറ്റേജ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ടാണ്. ഇതെല്ലാം നമ്മൾക്ക് കിട്ടിയിട്ടില്ലേ? എത്രയാ മാസ് പെർസെൻറ്റേജ് കിട്ടിയത്? 12 ഡിവൈഡഡ് ബൈ 112 ഇൻറ്റു 100 ഇൻറ്റു ഡെൻസിറ്റി എത്രയാ? 1.15 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ MB എത്രയാ? MB വന്നത് 60 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ ഈ 0യും ഈ 0യും ഞാൻ കളഞ്ഞു. ഇനി 100ഉം ഇങ്ങോട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 115 ഡിവൈഡഡ് ബൈ 112 അപ്രോക്സിമേറ്റ് ഞാൻ കളയാണ്. അവിടെ ഒരു ചെറിയ വാല്യൂ പോയിന്റ് സംതിങ് അവിടെ വരും, അത് ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി വന്നത് 12/6 അല്ലേ? 12/6 എന്ന് പറഞ്ഞാൽ അത്രയാ? 2.0 സംതിങ് വരും. എങ്ങനെ നമ്മൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക? അതെങ്ങനെയാ? ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. ഒരിക്കൽ ചോദിച്ചത് ആ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എന്നെ അവഗാഡ്രോസ് നമ്പർ 6.02 അല്ലല്ലോ സാറേ, 6.023 ഇൻറ്റു 10⁻23 അല്ലേ എന്ന്. അപ്പോൾ ഇത് നമ്മൾ വേഗം നമുക്ക് ആൻസറിൽ എത്തിക്കോണം. ഇപ്പം എനിക്ക് എന്താ മനസ്സിലായേ? 2.0 സംതിങ് ആണ് ആൻസർ വരിക. നമുക്ക് സമയം കളയാനില്ല, വളരെ സ്പീഡപ്പ് ആക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുമ്പോൾ നോക്കിയാൽ ഇനി നിങ്ങൾ ഇതിൻ്റെ ഓപ്ഷൻസ് ഒന്ന് നോക്കിയാൽ ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്ന 1.02 മോളാർ, 2.05 മോളാർ, 0.50 മോളാർ, 7.78 മോളാർ. നിങ്ങൾക്ക് ഏതാ ആൻസർ തോന്നുന്നത്? 2.05 വരിക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് നോക്കേണ്ടത് കേട്ടോ. അടുത്ത നോക്കിയാൽ 1000 ഗ്രാം ഓഫ് എ 4% സൊല്യൂഷൻ ഓഫ് സാൾട്ട് കണ്ടെയ്ൻസ്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ കിട്ടും എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഇത്.
എന്താ അവിടെ നിന്ന് കിട്ടുന്നതെന്നറിയോ? അവിടെ പേഴ്സൻറ്റേജ് തന്നില്ലേ? മാസ് പേഴ്സൻറ്റേജ് ആണെന്ന് പറഞ്ഞോ? ഇല്ല. വോള്യൂം പേഴ്സൻറ്റേജ് ആണെന്ന് പറഞ്ഞോ? ഇല്ല. കുറേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് മാസ് പേഴ്സൻറ്റേജ് ആയിരിക്കും. ആരാണ്? മാസ് പേഴ്സൻറ്റേജ്. എന്താണ് ഈ 4% എന്ന് പറഞ്ഞാൽ അർത്ഥം? 100 ഗ്രാം സൊല്യൂഷൻ എടുത്താൽ അതിൽ 4 ഗ്രാം സോൾട്ട് ആയിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 4% എന്ന് പറഞ്ഞാൽ 100 ഗ്രാം സൊല്യൂഷൻ 100 ഗ്രാം ആണെങ്കിൽ അതിൽ 4 ഗ്രാം സാൾട്ട് ആയിരിക്കും. അതാണ് അവിടെ സൊല്യൂട്ട് വരുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞു 1000 ഗ്രാം ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പൊ 1000 ഗ്രാം ആണ് സൊല്യൂഷൻ എങ്കിൽ എത്രയായിരിക്കും സോൾട്ട് വരിക? 40 ഗ്രാം സോൾട്ട് വരും. ഇതാണ്. അപ്പൊ അതിലെന്താ? 4 ഗ്രാം സോൾട്ട്. ശരിയാണോ? അല്ല. 4 മോൾസ് ഓഫ് സോൾട്ട്. അത് ശരിയാണോ? അതുമല്ല. 40 ഗ്രാം ഓഫ് സോൾവെന്റ്. ശരിയല്ല. 40 ഗ്രാം ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടാണത്. അതാണ് ആൻസർ വരിക. നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. എ 500 ഗ്രാം ടൂത്ത് പേസ്റ്റ്. ഇപ്പോൾ ടൂത്ത് പേസ്റ്റിൽ 500 ഗ്രാം ആണ് ടോട്ടൽ ടൂത്ത് പേസ്റ്റ് വന്നത്. ഹാസ് 0.2 ഗ്രാം ഫ്ലൂറൈഡ്. വളരെ കുറച്ചേ ഉള്ളൂ. 500 ഗ്രാം എന്ന് പറഞ്ഞാൽ 1/2 കിലോ പേസ്റ്റ് എടുത്തപ്പോൾ 0.2 ഗ്രാം ഫ്ലൂറൈഡേ ഉള്ളൂ. കോൺസെൻട്രേഷൻ വളരെ കുറവാണെങ്കിൽ PPM യൂസ് ചെയ്യേണ്ടി വരും. മിക്കവാറും ക്വസ്റ്റ്യൻ PPM ആയിരിക്കും. വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഫ്ലൂറൈഡ് ഇൻ ടേംസ് ഓഫ് PPM ലെവൽ? PPM-ലാണ് കാണുന്നത്. അപ്പോൾ മാസ് 0.2 ഗ്രാം പാർട്ട് വന്ന് ടോട്ടൽ വന്ന് എങ്ങനെ കാണുക? പേഴ്സൻറ്റേജ് കാണുന്ന പോലെ. അതെങ്ങനെയാണ് നമ്മൾ കണ്ടിരുന്നത്? ഫ്ലൂറൈഡിൻ്റെ 0.2 ഗ്രാം ഡിവൈഡഡ് ബൈ ടോട്ടൽ 500 ഗ്രാം ഇൻറ്റു 100 നമ്മൾ പേഴ്സൻറ്റേജിന് കൊടുക്കുക. അതിന് പകരം ആരാ? 10⁻⁶. അതിന് എനിക്ക് 0.2 ഇൻറ്റു 10⁻⁶ എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 6 പൂജ്യമാണ്. ഡിവൈഡഡ് ബൈ 500 ആണ്. അപ്പോൾ ഈ 2 പൂജ്യം ഇവിടുന്ന് 2 പോയില്ലേ? ഇനി ഇവിടുന്ന് ഒരു 0 എടുത്തിട്ട് ഈ 0.2നെ 2 എന്ന് എഴുതാം. ഇനി വേണമെങ്കിൽ ഒരു 0 കൂടെ എടുത്തത് 20 ആക്കി 20/5 4 എഴുതാം. അപ്പോൾ 4 × 100 400 PPM അതാണ് വരിക. അപ്പോൾ 400 PPM ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. PPM-ലാണ് ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞത്. നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. ദ മൊളാലിറ്റി ആണ് ക്വസ്റ്റ്യൻ. മൊളാലിറ്റി ഓഫ് എ സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ. ആരെ? സൾഫ്യൂരിക് ആസിഡ് H2SO4. എത്ര അതിന്റെ മാസ്? മോളാർ മാസ് 98 ഗ്രാം. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കിട്ടണം. ഇൻ വിച്ച് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഈസ് 0.85 ഈസ്. വാട്ടറിന്റെ മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട് 0.85 ആണ്. മൊളാലിറ്റി കാണാൻ പറഞ്ഞു. സൾഫ്യൂരിക് ആസിഡ് ആണ്. മൊളാലിറ്റിയാ കാണാൻ പറഞ്ഞത്. നോക്കി ഞങ്ങള്. അപ്പോൾ നമുക്ക് മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ കിട്ടിയിരുന്നു. എന്തായിരുന്നു? മൊളാലിറ്റി കാണാനുള്ള ഇക്വേഷൻ 1000 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ Ka ഇൻറ്റു MA. ഇതല്ലേ ഇക്വേഷൻ വന്നേ? മൊളാലിറ്റി. നോക്കൂ ഞാൻ എഴുതാണ് ഓരോന്ന്. 1000 ഇൻറ്റു എത്രയാ? വാട്ടറിന്റെ മോൾ ഫ്രാക്ഷൻ തന്നെ. വാട്ടർ ആ സോൾവെന്റ് അത് 0.85 ആ മോൾ ഫ്രാക്ഷൻ. മറ്റതിന് മോൾ ഫ്രാക്ഷൻ കൂട്ടിയാൽ 1 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാവും? 0.15 ആയിരിക്കും സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ. നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ 1000 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് 0.15 ഡിവൈഡഡ് ബൈ മോൾ ഫ്രാക്ഷൻ ഓഫ് Ka സോൾവെന്റ് 0.85 ഇൻറ്റു അതിന്റെ മോളാർ മാസ് എത്രയാ? വാട്ടറിൻ്റെതാ ചോദ്യം. സോൾവെന്റ് 18. 1000/18 നമ്മൾ നേരത്തെ ചെയ്താണല്ലോ 55.55. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ സോൾവ് ചെയ്യുമ്പോൾ ഇതാ 55.55 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 85 എന്ന് എഴുതി കൂടെ? എഴുതാം. 5 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 3. 85-ലോ 5 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1. പിന്നെ അവിടെ 35-ൽ 7. അങ്ങനെയാണെങ്കിൽ ഒരു ഏകദേശം ഞാനൊരു ജസ്റ്റ് കാൽക്കുലേഷൻ പറയാം.
3യും 15 ആയിരുന്നെങ്കിൽ ഇവിടെ എത്രയാ? 3യും 15 ആയിരുന്നെങ്കിൽ ഇവിടെ 5 വരിക. 5 ആയിരുന്നെങ്കിൽ ഇത് 11.11 കിട്ടും. അപ്രോക്സിമേറ്റ് ആണ്. അതിനേക്കാൾ കുറച്ചൊരു കൂടിയ വാല്യൂ ആയിരിക്കും ആൻസർ കിട്ടുന്നുണ്ടാവുക. അതിനേക്കാൾ കുറച്ചും കൂടെ കുറഞ്ഞ വാല്യൂ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. 11 പോയിന്റ് സംതിങ്ങിൻ്റെ അടുത്ത് വരുന്ന ആൻസർ ഏതാണ്? നോക്കൂ നിങ്ങൾ, ഇവിടെ വരുന്നത് ഇതാ. ഇതിനേക്കാളൊരു ഇവിടെയാണ് നമ്മളൊരു പ്രശ്നം വരുന്നത്. നമ്മൾ ഈ അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാൽ ഇപ്പോൾ നമ്മൾക്ക് 11 എന്നുള്ള സംതിങ് ആൻസർ നമ്മൾ ഇവിടെ പറഞ്ഞു, അത് അവിടെ ഉണ്ട്. അതിനേക്കാൾ കുറവ് അതുതാ ഇവിടെ, അതിനേക്കാളൊന്ന്. അപ്പോൾ ഇത് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കുക തന്നെ വേണം. എന്നാലേ നമുക്ക് അതിൻ്റെ ആൻസർ എടുക്കും. കാരണം അടുത്തടുത്ത വാല്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾ എൻട്രൻസ് പഠിച്ച് വരുമ്പോൾ അപ്രോക്സിമേഷൻ ഒരുപാട് ചെയ്യും. ഒരുപാട് പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്രോക്സിമേഷൻ ചെയ്യും, ഉറപ്പാണ്. അവിടെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ അടുത്തടുത്ത വാല്യൂസ് ആണെങ്കിൽ കൃത്യമായി ചെയ്ത് നോക്കുക തന്നെ വേണം. അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി തരുന്നതാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാനുള്ളതൊക്കെ അവിടെ വെക്കുകയാണ്, ഒരുപാട് ചെയ്യാനുള്ളതുകൊണ്ട്. നോക്കൂ, എ മോളാൽ സൊല്യൂഷൻ. ശ്രദ്ധിക്കണം, എ മോളാൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി 1 ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ആരാ? NaCl ആണ്. ഹാസ് എ ഡെൻസിറ്റി ഓഫ് 1.21 gram per milliliter. The molarity of the solution is. മൊളാലിറ്റി തന്നു, മൊളാരിറ്റി കാണണം. അതാണ് ക്വസ്റ്റ്യൻ. ഞാൻ അതിൻ്റെ ഇക്വേഷൻ പറയുന്നുണ്ട് ഇവിടെ, ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കണം. എന്തായിരുന്നു ഇക്വേഷൻ വന്നത് നമ്മൾക്ക്? മൊളാരിറ്റിയും മൊളാലിറ്റിയും തമ്മിലുള്ള റിലേഷൻ 1 മൊളാലിറ്റി ഈക്വൽ ടു 1 മൊളാരിറ്റി മൈനസ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു ഡെൻസിറ്റി. ഇതല്ലേ വന്നേ? ആണ്. ഇവിടുന്ന് മൊളാരിറ്റി കാണണം, അതും ബാക്കിയുള്ള ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 1 മൊളാലിറ്റി എത്രയാ? എ മോളാൽ, അത് 1 പ്ലസ് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. MB എത്രയാ? സൊല്യൂട്ടിന്റെ മോളാർ മാസ് അല്ലേ? സൊല്യൂട്ട് എന്ന് പറയുന്നത് NaCl, സോഡിയം ക്ലോറൈഡ്. NaClന്റെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 58.5 അപ്പോൾ 58.5 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു ഡെൻസിറ്റി എത്രയാ? 1.21 ആണ് ഗ്രാം പെർ ലിറ്റർ, ഈക്വൽ ടു 1 മൊളാരിറ്റി. അത് അവിടുന്ന് സോൾവ് ചെയ്തെടുക്കണം, ബാക്കി നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ NaCl ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാ. സോഡിയത്തിൻ്റെ വരുന്ന എത്രയാ? 23. Clന്റെ എത്രയാ? 35.5. 58.5 വരും. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ആവശ്യമായിട്ട് വരും, മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാ, 1000 gram CaCO3 കാൽഷ്യം കാർബണേറ്റ് എത്രയാ? CaCO3ന്റെ മോളാർ മാസ് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? കാൽഷ്യത്തിൻ്റെ വരുന്നത് 40. 1248 ഇത് 100. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇതിൻ്റെ മോളാർ മാസ് 100, അത് മറക്കരുത്. അപ്പോൾ 100 gram. ആ 100 gram CaCO3 solution contains 10 gram carbonate. The concentration of solution is. അത് നോക്കിയാൽ 10 gram കാർബണേറ്റ് ആണ്. അപ്പോൾ കാർബണേറ്റ് വരുന്നത് 10 ആണ്. ടോട്ടൽ എത്രയാ? 1000 gram ആണ്. ഇതിൻ്റെ ppmലെ കോൺസെൻട്രേഷനാണ് വേണ്ടത്. നോക്കിയാ ഓപ്ഷൻസ് കണ്ട, ഇവിടെ ഓപ്ഷൻസ് വരുന്നത് ഇതാ ppmലാണ്. ഇവിടെ നോക്ക്, ppmല്. അപ്പോൾ നമുക്ക് തന്ന ആര്? കാർബണേറ്റ് 10 gram ആണെന്ന് ഒരു ക്വസ്റ്റ്യനിൽ തന്നു. അപ്പോൾ ടോട്ടൽ എത്രയാ? 1000 ഉണ്ട് എന്ന്. ഇൻറ്റു പെർസെൻറ്റേജ് ആണെങ്കിൽ എത്രയാണ് കൊടുക്കൽ? 100. ppm ആകുമ്പോൾ എത്ര കൊടുക്കണം? 10⁻6. ഇത് പോയില്ലേ? 1 പോയി. ഇവിടെ 2 പോയാൽ 10⁻6 എന്ന് 2 പോയാൽ ഇവിടെ 4 ആവും. 10⁻4 എന്നാണ് ആൻസർ വരിക. 10⁻4 എന്ന് വരുമ്പോൾ ഏതാ നമുക്ക് ആൻസർ വരിക? ഇതാ ഇവിടെ 10000 ppm. 1 കഴിഞ്ഞാൽ 4 0. അപ്പോൾ ഇതേ രീതിയിലാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. നിങ്ങളിത് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? ഇപ്പോൾ നമ്മുടെ എൻട്രൻസ് ബാച്ചിൽ അഡ്മിഷൻ എടുത്ത ആളുകളുണ്ട്. ഏത്? നമ്മളെ ഈ ഗ്രൂപ്പിൽ നിന്നല്ല, ഇതിൽ ടോട്ടലായിട്ട് അഡ്മിഷൻ എടുത്ത ആളുകൾ, ഇവിടെ ഫീ ഒക്കെ അടച്ച അഡ്മിഷൻ എടുത്ത ആളുകളുണ്ട്. അതിൽ ഫസ്റ്റ് എൻട്രൻസ് ബാച്ച് ഫില്ലായി. ഫില്ലായിട്ടുള്ള 60 കുട്ടികളും എനിക്ക് ഇത് അയച്ചു തന്നേ പറ്റുള്ളൂ. സെക്കൻഡ് ബാച്ചിൽ അഡ്മിഷൻ ആയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുമുണ്ട്.
ഇപ്പം ഏകദേശം 10ഓളം കുട്ടികൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് 70 മെസ്സേജുകൾ വന്നേ മതിയാവൂ. ഈ 70 മെസ്സേജുകൾ തീർത്തും വരണം. ഇത് ഞാൻ അങ്ങനെ പറയാൻ കാരണം അത് തന്നെ വരുന്നില്ല. അപ്പോൾ ഈ മെസ്സേജുകൾ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾ അയച്ചേ മതിയാവൂ. ഈ 2 ബാച്ചിലും, ഫസ്റ്റ് ബാച്ചിലെ കുട്ടികളും അഡ്മിഷൻ എടുത്ത കുട്ടികളും സെക്കൻഡ് ബാച്ചിൽ ഇപ്പോൾ അഡ്മിഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഈ ടോട്ടൽ 70 ആളുകളും എനിക്ക് മെസ്സേജ് വന്നേ പറ്റൂ. എന്ത്? ഈ ക്വസ്റ്റ്യൻ ഞാനൊരു 20ഓളം ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ടൈം പോവണ്ടെന്ന് കരുതിയിട്ടാണ്, കൂടുതൽ ടൈം ഇരിക്കാൻ നിങ്ങൾക്കൊരു മടിയാവും എന്ന് കരുതിയതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇതിൽ ഒരു സംശയം വരാവുന്ന ഞാൻ എടുത്തിട്ടപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നോക്കൂ, ഒരു നോർമാലിറ്റി ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡൈല്യൂഷൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, മിക്സിംഗ് ഫോർമുല ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ ആ നോർമാലിറ്റി വരുന്ന 16ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അയക്കണ്ട. നോർമാലിറ്റി നിങ്ങളിപ്പോൾ പഠിച്ചിട്ടില്ല. അതിന് ഇക്വലൻ മാസ് എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ വേണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 70 മെസ്സേജുകൾ എനിക്ക് വന്നേ പറ്റുള്ളൂ. നിർബന്ധമായും എൻ്റെ വാട്സപ്പിൽ വന്നിരിക്കണം. എൻ്റെ നമ്പർ എടുത്തിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ ഇത് പൂർണ്ണമായി ചെയ്യുക. അത് പൂർണ്ണമായി ചെയ്തിട്ടുള്ള എല്ലാ സൊല്യൂഷൻസും എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ വാട്സപ്പ് മെസ്സേജിൽ കിട്ടിയിരിക്കണം. നിർബന്ധമാണ് കേട്ടോ.